ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സാധാരണ നിന്നും വെറൈറ്റി ആയിട്ട്, സാധാരണ നമ്മൾ നോർമൽ വ്ലോഗും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് ഞാനൊരു പുതിയ സംഭവം കൊണ്ടുവരിക. പുതിയ സംഭവം എന്നറിയില്ല, എന്തായാലും നമ്മൾ കുറച്ച് മൂവി എന്തൂസിയസ് അല്ലെങ്കിൽ മൂവി ഫാൻസ് നമ്മളിന്ന് കണ്ടെത്താൻ പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് മലയാളം ഡയലോഗ്സ്, ഫേമസ് ആയിട്ടുള്ള മലയാളം ഡയലോഗ്സ് നമ്മൾ കേൾപ്പിക്കും. അത് കൃത്യമായിട്ട് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ചെറിയൊരു സർപ്രൈസ് ക്യാഷ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അത് അവർ പറയുന്നതിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും, അവരുടെ ഡയലോഗ് ഡെലിവറി അനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന ക്യാഷ് പ്രൈസിൻ്റെ ഇത്. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം, എങ്ങനെയാണ് എന്തെന്നൊക്കെ നോക്കാം, ആൾക്കാരെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, മുറിച്ച് റെഡി? ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ ഫസ്റ്റ് നടന്നു വന്നപ്പോൾ തന്നെ നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. അതൊരു സിമ്പിൾ ഡയലോഗാണ്. റെഡി അല്ലേ? തകർക്കണം. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ടറിയാ. ഓക്കെ അല്ലേ? ഓക്കെ, കം ഓൺ. കം ഓൺ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ജോർജ് സാർ. ഓക്കെ, ഹാപ്പിയല്ലേ? ട്രൈ ചെയ്യണോ? ഓക്കെ, താങ്ക് യു, ബൈ. നമുക്ക് രണ്ടാമത്തെ ടീമിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഡയലോഗ് വരുന്നത്. ഓക്കെ, ധൈര്യത്തോടെ നേരിടണം എന്ത് വന്നാലും. എന്നല്ല. ഓക്കെ, പരസ്യം വരരുത്. വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡ് 6000 ലോഡിന്റെ വ്യാപാരം. എന്നോട് ചെക്ക് പോസ്റ്റിലെ മൃഗഡാക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്ഷാന്ന് വന്ന് കുത്തിവെച്ച് വന്ന ഞാൻ പെട്ടി മടം മുടക്കി കാശിക്ക് വന്നു. നല്ല നിനക്ക് തെറ്റേ. അവന്റെ അമ്മേനെ തള്ള കലിപ്പ് തീരുന്നില്ലല്ലേ. ഒറ്റ ഇത് തീർന്നു പോയില്ലേ? അത് ആർക്കും പറയാലോ. ഫുൾ ഡേ. കം ഓൺ, ട്രൈ. അയ്യോ, ഒന്നുകൂടി കേൾപ്പിച്ചോ. പിന്നെന്താ? 6 പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ബെല്ലാരിൽ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡ് 6000 ലോഡിന്റെ വ്യാപാരം. എന്നോട് മുടാഞ്ചാലുണ്ടല്ലോ പൈലാക്കി നൂന്തരം കണ്ട. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗഡാക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്ഷാന്ന് വന്ന് കുത്തിവെച്ച് വന്ന അന്ന് വേറൊരു നോക്കാം. വേറൊരു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം കടിച്ചിരിക്കും. ഓക്കെ, ഇത് പറയാൻ മതി. അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവരലിലെ 2 3 സിമ്പിൾ പറഞ്ഞ അല്ല, ഫസ്റ്റ് എടുത്താ തുടക്കം പറഞ്ഞാലും മോനെ ദിനേശ് ഇത് പറഞ്ഞാ മതി. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകും എന്ന മോഹം. ഓക്കെ, അങ്ങോട്ട് നോക്കുന്നത് ഇതിങ്ങനെ അഭിനയിക്കണ്ട, പറയണം. നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിൽക്കുന്നത് ക്യാഷിന്റെ പ്രൈസിന്റെ ഡെവലപ്മെന്റ്. മോനെ ദിനേശ് അതിമോഹമാണ് അത്രമാത്രം മതിയോ? എന്നാ അച്ഛന്റെ ചീത കത്തുന്നൊക്കെ പറയണ്ടായിരുന്നു. ഇത് ഒന്നും കേൾപ്പിച്ചരാ. അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകും എന്ന മോഹം. മതി. ഓക്കെ, അങ്ങോട്ട് ടെൻഷൻ എന്തിനാണ്? എടാ ഇതൊക്കെ കമോൺ ചെറിയതോട് മുതലെടുക്കണേണ സജി. അതിമോഹമാണ് മോനെ അതിമോഹം. മോനെ ദിനേശ് അതിമോഹമാണ് മോനെ അതിമോഹം. എന്റെ അച്ഛന്റെ ചിത. അയ്യോ, ഇതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെയുള്ള ജീവിച്ചിരിക്കുന്ന അതിമോഹം. അച്ഛന്റെ ചിത മലയാളം പഠിക്കണ പോലെ അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകും. കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകുന്നുള്ള ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്ക് തിരിയത്തില്ല. ഇതും കൂടെ പറഞ്ഞിട്ട് കമോൺ. മോനെ ദിനേശ് അതിമോഹമാണ് മോനെ അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകും എന്നുള്ളതിന്റെ അതിമോഹം. അതാണ് എന്റെ അതിമോഹം. ഞാൻ പറഞ്ഞു
ഇഞ്ചി നിർത്തണ്ടേ? ഓക്കെ നെക്സ്റ്റ് അത് സിമ്പിൾ ആയിരുന്നു. ഇത് നക്കാപ്പിച്ച്. അത് അത് എടുക്കടാ. കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചുണ്ടലിൽ നീ നേരെയായിട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചുണ്ടലിൽ താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊടുത്തിയ ചുണ്ടലൊടിയുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണെങ്കിലും ഇറങ്ങി വാ. അന്ത്യമായി പറയാൻ അത്രയും പറ. ഇത് ഒന്നും കഴിച്ച അതിമോഹമാണ്. ഒറ്റിക്കൊടുത്ത കിട്ടുന്ന നക്കിപ്പൈസ ഒറ്റിക്കൊടുത്താ കിട്ടുന്ന നക്കാപ്പിച്ച കാശായിരുന്നെങ്കിൽ ഞാൻ പിച്ചയായി തരുമായിരുന്നു. 1000 അറ്റ്ലീസ്റ്റ്. ഓക്കെ യു നിങ്ങൾ താങ്ക് യു. ക്യാഷ് പ്രൈസ് എവിടെ? ആഭരണപ്പെട്ട എവിടെ? ജിപേ മതിയാ? So guys, thank you. ഓക്കെ ബൈ ബൈ. ഞാൻ ഒന്ന് ഓക്കെ റോളാണോ? ഓക്കെ നമുക്ക് അടുത്ത 2 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ റെഡിയാണോ? ചെറിയൊരു ചലഞ്ചാണ്. നമ്മളൊരു മലയാളം ഡയലോഗ് തരും. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. നിങ്ങൾ പറയുന്നതിൻ്റെ ലെവലനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് പ്രൈസിൻ്റെ അളവ്. റെഡിയാണോ? ഓക്കെ ഹിയർ ഫോർ ദ ഡയലോഗ്. വന്നില്ലല്ലോ ഇവിടെ നിന്ന് പറഞ്ഞേ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയൊന്നുണ്ടാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. ഒന്നുകൂടെ കേൾപ്പിച്ചുതരാം. കേട്ടോ ശ്രദ്ധിച്ചോട്ടോ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയൊന്നുണ്ടാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. എഴുതി എടുത്തിട്ടേക്ക്. എടാ ഞാൻ പറഞ്ഞു എടാ എന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ചില അല്ല എന്റെ ടാങ്സിൽ ഇപ്പൊ അങ്ങനെയാടാ. എന്റെ സംസാരം അങ്ങനെയാടാ. ഊച്ചാല് രാഷ്ട്രീയക്കാരെ കൂടി സ്ഥലം മാറ്റിക്കളയുന്ന കൊന്നു കളഞ്ഞ ഇവിടെ ചോദിച്ചാൽ മതി. ഇവിടെ ചോദിക്കാം. ഇവിടെ ഇങ്ങനെ പറഞ്ഞു അതെന്താ അത് സിമ്പിൾ ആയി പോയില്ലേ? അങ്ങനല്ല. ഒന്നുകൂടെ കേൾപ്പിച്ചില്ല ലാസ്റ്റ്. ഓക്കെ റെഡി? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയൊന്നുണ്ടാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ സ്ഥലം മാറ്റിക്കളയുന്ന കൊന്നുകളയും ചെയ്യാൻ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാൽ മതി. രാഷ്ട്രീയക്കാരെ സ്ഥലം മാറ്റിക്കളയുന്നല്ല കൊന്നുകളയും. സ്ഥലം മാറ്റി കളയുന്നല്ല കൊന്നുകളഞ്ഞ് പുതിയ ആളായതുകൊണ്ട് പഠിച്ചു പറഞ്ഞെങ്കിൽ നാളെ ആവുമല്ലോ. ഒന്ന് ട്രൈ നോക്കുക. ഓക്കെ ഫസ്റ്റ് എന്നെ കൊണ്ട് ആകുന്ന രീതിക്ക് പറഞ്ഞു. അയ്യോ എന്തൊരു മറന്നു തോന്നുന്നു എനിക്ക്. ടെൻഷൻ ആവട്ടെ. കൂൾ. എന്തായിരുന്നു എന്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഊച്ചാ രാഷ്ട്രീയക്കാരെ കൂടി സ്ഥലം മാറ്റിക്കളയുന്നതല്ല കൊന്നുകളഞ്ഞ പുതിയ ആളുകൊണ്ടാ. ഇവിടെ ചോദിച്ചാൽ മതി. പറഞ്ഞുതരും. ചേട്ടാ എങ്ങനെയാട്ടോ ഇതൊക്കെ പഠിക്കുന്നേ? അത് നമ്മള് ഒന്നുകൂടെ കേൾപ്പിച്ചേ ലാസ്റ്റ്. ഓക്കെ ലാസ്റ്റ് ആണ്. ഓക്കെ ടെൻഷൻ ആവാതാ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയൊന്നുണ്ടാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂടി സ്ഥലം മാറ്റിക്കളയൊന്നുമില്ല. സ്ഥലം മാറ്റിക്കളയൊന്നുമല്ല. കൊന്നു കളയോടാ. പുതിയ ആളായോണ്ടാ. ഇവിടെ ചോദിച്ചാൽ മതി. കൊന്നു കളയാൻ പുതിയ ആളായോണ്ട് ഇവിടെ ചോദിച്ചാൽ മതി. ഇത് ഞാൻ മറന്നു. മൊബൈല് ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ മതിയാ. അതെങ്ങനെ പറയും? കഷ്ടമുണ്ട്. കട്ട് ചെയ്യണം. മൊബൈൽ ടൈപ്പ് ചെയ്യട്ടെ. ഇച്ചിരി ഇതൊക്കെ ഇട്ട് പറ. കയ്യൊക്കെ തുറത്തേക്ക്. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയുന്നല്ല. കൊന്നു കളയും ഞാൻ. പുതിയ ആളായണ്ട. ഇവിടെ ചോദിച്ചാ മതി.
കണ്ട 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 ഒന്നും പറയണോ? എന്താ പറയണോ? ആ ഇച്ചിരി പവർ പഞ്ചായിട്ട് പറ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയുന്നല്ല, കൊന്നു കളഞ്ഞ് പുതിയ ആളായണ്ട, ഇവിടെ ചോദിച്ചാ മതി. അനക്ക് സിനിമയിലൊക്കെ ട്രൈ ചെയ്യാൻ കേട്ടോ ഡയലോഗ്. അപ്പൊ ക്യാഷ് പ്രൈസ് ഉണ്ട്. നമ്മൾ ഇത്ര നേരം എടുത്ത് ഏറ്റവും നന്നായിട്ട് പറഞ്ഞ ആളെ കാരണം നമ്മള് ഇവിടുന്ന് വിളിച്ചോട്. കൂട്ടുകാരി ഇതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യും നോക്കോ. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഇതായത് കൊണ്ട്, ഏറ്റവും നന്നായത് കൊണ്ട് 100 rupees. കൂട്ടുകാരിക്കൊന്നും വാങ്ങിച്ചെടുക്കില്ല കേട്ടോ. ഓക്കെ താങ്ക് യുടാ. ഓക്കെ പക്ഷെ ധൈര്യമായിട്ടിരിക്കും. ഇതൊക്കെ ചെറിയ ഇതൊന്നും ഒരു ചലഞ്ചേ അല്ല. ഇതൊന്നൊരു ചലഞ്ചേ അല്ല. ധൈര്യമായിട്ട് നിൽക്കുക. അവര് വേണം അവർക്ക് വേണ്ടി വേണം പറയിപ്പിക്കാം. ചില പാസ് കൊടുക്കാം. പാസ് ഉണ്ട്. ഡയലോഗ് ഞാൻ കേൾപ്പിച്ചില്ല. സിമ്പിൾ ഡയലോഗ് ആയിരിക്കും. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളാലെന്നെ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്രാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്ത് മാരാരിക്കുന്ന തട്ടുപാറ തന്നെ ഇരിക്കും. അത് കൊള്ളാം. നല്ല രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. പണമല്ല പവറായാലും അതിന് മുമ്പ് വീണ് ഞാൻ ഏത് കേസ് വാദിക്കണം? ഏത് എന്നാ വേറെ നോക്കട്ടെ. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്ത് എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്കും നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും കുട്ടി. ശംഭോ മഹാദേവ. അത് അപ്പൊ ഡയലോഗിലല്ലോ അത്. വേറെ കേൾപ്പിച്ചില്ല. ഏതാ സിമ്പിൾ നോക്കിട്ട് പറഞ്ഞത്? ഇത് പക്ഷെ ഇത് മറ്റേതാ. ഈ റീസെന്റ് ഇറങ്ങിയ ഒരു സിനിമയുടെ ഡയലോഗാ. ഞാൻ വന്നിട്ട് ഓക്കെ ഇവിടെ പറയാ. ഇത് പറഞ്ഞോ, ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചേക്കണം അമ്പാനെ. ഓക്കെ ഇതല്ല മറ്റേ പേര്. സിമ്പിൾ സാധനം. സിമ്പിൾ ഇതൊക്കെ സിമ്പിൾ. അല്ലർജുന ആ ഒരു കണ്ട ഇവിടെ എന്റെ മധുമതി സുരേഷ് ഗോപി ഇത് അല്ല. എന്റെ മധുമതി ആരെങ്കിലും വേവിച്ച് ഞാൻ കൊല്ലും സാർ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം മധുവിനെ. I love you, മധുമതി. I love you. മലയാള സിനിമയിലേക്ക് ട്രൈ ചെയ്യുക. ഇല്ല ഓക്കെ ക്യാഷ് പ്രൈസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ റിഗ്രറ്റ് ചെയ്യില്ല നിങ്ങളിപ്പോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. നമുക്ക് അടുത്ത ടീമിനെ കിട്ടണ്ടോ ചോദിച്ചു. ഇപ്പൊ പേടിക്കാ തീർച്ചയായിട്ടും. ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് മുതലല്ലേ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയും ഒരുപാട് ക്ലാബുമാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം,
അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാതിരിക്കുന്ന തന്നെ താറ് തന്നെ ഇരിക്കും. അത്രയും പറഞ്ഞാൽ മതി. സിമ്പിൾ. അത്രയും മതി. കുറച്ചില്ല. അതൊരുപാടുണ്ട്. അതൊരുപാടുണ്ട്. അത് വേണ്ട, അത് പറഞ്ഞു നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ആദ്യത്തെ അത് തന്നെ മറന്നുപോയി. ആണോ? എല്ലാരും മറന്നു പോകുന്നത് ഇത് എന്താണ്? എന്ത് മക്കളെ പിന്നെ ഓക്കെ. മറ്റേ ദശമൂലം താമൂന്ന് ഡയലോഗ് അറിയാവോ? മറ്റേ ഇതാ ബുദ്ധിജീവി ഇതാ കണാപ്പാ, അത് പറഞ്ഞൂടാ. വലുതല്ലാണ്ട് ചെറുതെന്തേലും ചെറുതാ? ചെറുത് ഒരെണ്ണം തരാം. നമ്മൾ നേരത്തെ ട്രൈ ചെയ്താണ്, എന്നാലും ഞാൻ ഒരെണ്ണം തരാം. ഇതിപ്പം ഇത് റീസെൻ്റ്ലി ഇതായതാ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ട്. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ട്. നിന്നെ കാണാൻ ജോർജ് സാറ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ട്. ഒന്നും കൂടെ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ട്. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. ഓക്കെ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ജോർജ് സാറിനെ കുറെ അറിയാനുണ്ട്. അറിയാനുണ്ട്. അനിയ വെച്ച് പവർ പഞ്ചായത്ത് കമോൺ. അത് നിങ്ങൾക്ക് വന്നിരിക്കാം. ജോർജ് സാർ ആയിക്കഴിഞ്ഞാൽ അത്ര നല്ല ഫോൺ വേണേ കേട്ട് കൊടുത്തു ഒരു ധൈര്യത്തിന് പറയാൻ വേണമെങ്കിൽ. കമോൺ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കുന്നുണ്ട്. നീ ഇനിയും ജോർജ് സാറിനെ കൊറേ അറിയാനുണ്ട്. അനിയ അറിയാല്ലേ? ഒന്നും കൂടി പറയാൻ. ഇല്ല, ഓക്കെടാ. ഓക്കെ, സെറ്റാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹിയർ ഈസ് സച്ച് ചെറിയ ക്യാഷ് പ്രൈസ്. ഓക്കെ, ശരി, ബൈ. ബൈ. നമുക്ക് അടുത്ത ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. ഒരു ചലഞ്ച് റെഡിയാണോ? റെഡിയാണോ? കുറച്ച് മിനിറ്റ് പോകാൻ നോക്കിയായിരുന്നില്ല, എന്നിട്ട് ഇപ്പൊ വീഡിയോ കാണുന്നു. ഓക്കെ, ഞാനൊരു ഡയലോഗ് ചോദിച്ചു തരാം. അത് കൃത്യമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ സർപ്രൈസ് ക്യാഷ് ഗിഫ്റ്റ്. ഓക്കെ. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ശിവനെ അതുപോലെ മതിടാ. തുടക്കം തരം ഇവിടെ കളിച്ചു ഒന്ന് കേൾപ്പിച്ചരാ. എന്നെ കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ശിവനെ അത്രയും മതി. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാൻ അയാൾ ഓർഡർ ഇട്ടിരിക്കുന്ന അല്ല. അത് തന്നെ ആ ഡയലോഗ് പറ. പറയണ അതിനെ കേൾപ്പിച്ച്. ഓക്കെ, വൺസ് മോർ. ഓക്കെ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ബസ് പോയാൽ അത്രയും വരെ മതി. എന്നെ എവിടെ വെച്ച് കണ്ടാലും അയാൾ വെട്ടിക്കൊല്ലാൻ ഓർഡർ ഇട്ടിരിക്കുക. പേടിച്ചിട്ടൊന്നും അല്ല, എന്നാലും ചോദിക്കുക കോയമ്പത്തൂർക്കുള്ള ബസ് പോയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞത് പോയല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ശിവനെ പറഞ്ഞത് എന്നെ എവിടെ വെച്ചുണ്ടാലും വെട്ടിക്കൊല്ലാൻ ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, റെഡി? ഇത് എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാൻ ഓർഡർ ഇട്ടിരിക്കുക. പേടിയൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും ചോദിക്കുക കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ശിവനെ. കൊള്ളാം. നന്നായിട്ട് നിനക്ക് ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. എൻ്റെ ആപാടപ്പെട്ടിരിക്കട്ടെ.
അമ്മേ അയ്യോ സോറി എന്നാടാ ചെറിയ ക്യാഷ് പ്ലീസ് ചായ കുടിക്കാനുള്ളത് ചായ കുടിക്കണേ എല്ലാവരും ചായ കുടിക്കും എല്ലാവരും ചായ കുടിക്കൊണ്ട് ഇറങ്ങിയിരിക്കല്ലേ ചായയല്ലേ കിട്ടും ഇതിന്. ഓക്കെ ഓക്കെടാ ശരി അപ്പം താങ്ക് യു Thank you. ഏത് ചാനലാണ് നിങ്ങളുടെ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ചലഞ്ചായിരുന്നു. ഞാനത് പരീക്ഷണത്തിൽ ചെയ്ത് നോക്കിയാണ് എങ്ങനെയാണ് എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുള്ള ചലഞ്ചൊക്കെ ചെയ്യണോ? ഇപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നൈസാണ്. ആ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മ കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം വരുന്നത്. പക്ഷേ എന്തായാലും കൂടെ നൈസായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ്, ഒരു പരീക്ഷണത്തിൽ ചെയ്ത വീഡിയോ ആണ്, പബ്ലിക് റെസ്പോൺസ് ചെയ്ത വീഡിയോ ആണ്. ഇതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഷോർട്സ് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് വീഡിയോ ഇട്ട് നോക്കിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.